ഒരു വിഷയം നിർണയിച്ചാൽ അതിൻ്റെ പരിധിക്കുള്ളിൽ നിൽക്കലാണല്ലോ നമ്മുടെ കടമ. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ കേരളീയ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പൈതൃകത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഏറ്റവും അവകാശപ്പെട്ടവരാണ് അവർ എന്ന് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ കഴിയും. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം അതിൻ്റെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ നീണ്ടുകിടക്കുന്ന നീണ്ട പൈതൃകം അതിനുണ്ട്. അതിന് ശേഷമുള്ള പൈതൃകവും അവകാശപ്പെടേണ്ടതാണ്. ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ആരംഭിക്കുന്നതാണെങ്കിലും നമ്മളിവിടെ 15 നൂറ്റാണ്ട് കാലഘട്ടം ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ മുഹമ്മദീയ ഉമ്മത്തിന്റെ ചരിത്രം അഥവാ അള്ളാഹുവിന്റെ വിശുദ്ധ പ്രവാചകർ ഷഫീഉൽ വറ മുത്ത മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധന ദൗത്യം മുതൽ അവിടുന്ന് ഈ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഇസ്ലാമികമായ അധ്യാപനങ്ങളാണ് ഈ സമൂഹം നെഞ്ചേറ്റേണ്ടത് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന, അതിനുവേണ്ടി നമ്മൾ ഉലമാക്കളാൽ നമുക്ക് നിർദ്ദേശിക്കപ്പെട്ട ഒരു സമ്മേളന പ്രമേയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വിശാലമായ ഇതിൻ്റെ വശങ്ങളിലേക്ക് പോകാൻ ഒരുപക്ഷെ ഈ സദസ്സിന് കഴിയില്ലെങ്കിലും വളരെ പരിമിതമായ ചില കാര്യങ്ങൾ ഒതുക്കിക്കൊണ്ട് ഞാൻ എൻ്റെ വിഷയം ലളിതമായി അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ കൊച്ചു കേരളത്തിൽ അള്ളാഹുവിൻ്റെ വിശുദ്ധ ദീൻ വളരെ നേരത്തെ തന്നെ വന്നു കയറിയിട്ടുണ്ട്. നമ്മളൊക്കെ പലപ്പോഴും പറയാറുള്ളത് മാലിക് ഇബ്നു ദിനാർ റളിയല്ലാഹു തആല അൻഹു സംഘവും കേരളത്തിൽ വന്ന് ഇസ്ലാം മതം പ്രബോധനം ചെയ്തു എന്നാണ്. പക്ഷേ അങ്ങനെ നമ്മൾ പറയുമ്പോഴും പ്രചരിപ്പിക്കുമ്പോഴും പലപ്പോഴും ഒരു തോന്നൽ അല്ലെങ്കിൽ ഒരു തെറ്റുധാരണ ചരിത്രകാരന്മാർക്കിടയിലും ഒരു വേള സാധാരണക്കാർക്കിടയിലും വന്നു പോയിട്ടുണ്ടോ എന്ന് ശങ്കിക്കേണ്ടിയിരിക്കുന്നു. ആ മഹത്തുക്കൾ ഇവിടെ കടന്നു വരുമ്പോഴാണ് ആദ്യമായി വിശുദ്ധ ദീനുൽ ഇസ്ലാം ഇവിടെ കടന്നു വന്നത് എന്ന് ദ്യോതിപ്പിക്കുന്ന തരത്തിലുള്ള അവതരണങ്ങൾ പലപ്പോഴും നടക്കാറുണ്ട്. യാഥാർത്ഥ്യം മറിച്ചാൽ വിശുദ്ധ ദീനുൽ ഇസ്ലാം ഈ കേരളക്കരയിൽ വളരെ നേരത്തെ കടന്നു വന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ വിശുദ്ധ പ്രവാചകർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീനീ പ്രബോധന ദൗത്യം നിർവഹിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൻ്റെ മണ്ണിലേക്ക് വിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ സന്ദേശവുമായി മഹത്തുക്കൾ കടന്നു വന്നതിൻ്റെ ചരിത്ര രേഖകളുണ്ട്. മഹാന്മാരായ സ്വഹാബത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഭൂമികയുണ്ട് നമ്മുടെ നാട്ടിൽ. നമ്മളൊക്കെ പലപ്പോഴും പറയാറുള്ളത് പോലെ മുഅയ്റത്തെ ദാർ എന്ന് പറയുന്ന മുഗദാർ മുഅയ്റത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വീട് നിന്നിരുന്ന സ്ഥലമായിരുന്നു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കടന്നു വന്ന മഹത്തുക്കളായ ആളുകൾ ഈ കേരളത്തിലെ ഇസ്ലാമിക പ്രബോധന വീതിയിൽ വലിയ പങ്കുവഹിച്ച ചരിത്ര രേഖകളൊക്കെയും നമുക്ക് കാണുവാൻ കഴിയും. ചരിത്രപരമായി പലപ്പോഴും അത് പരിശോധിക്കാൻ നമുക്ക് വേദികളിൽ അവസരമുണ്ടാകാറുമുണ്ട്. ഷെയ്ഖ് ലഹീറുദ്ദീൻ ഇബ്നു തഖിയുദ്ദീനെ പോലുള്ള മഹത്തുക്കൾ ആദം മല കാണാൻ പോകുമ്പോൾ കേരളക്കരയിൽ കൊടുങ്ങല്ലൂർ എന്ന പ്രദേശത്ത് ഇറങ്ങുകയും വിശ്രമിക്കുകയും അവരുടെ വരവ് അന്നാട്ടിലെ രാജാവ് അറിഞ്ഞുകൊണ്ട് അവരെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു വരുത്തി വരവിൻ്റെ ഉദ്ദേശവും യാത്രാ ഉദ്ദേശവും ചോദിച്ചറിയുന്ന കൂട്ടത്തിൽ ചന്ദ്രൻ പെടുന്ന സംഭവം ചോദിച്ചറിയുകയും അത് പഠിച്ചുകൊണ്ട് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടി അറേബ്യയിലേക്ക് പോവുകയും ചെയ്തു എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. നമ്മൾ തന്നെ ഇവിടെ പലപ്പോഴും ചർച്ച ചെയ്ത വിഷയമായതുകൊണ്ട് അത് പരത്തി പറയുന്നില്ല. ആ രീതിയിൽ ഇവിടുന്ന് കടന്നുപോയ മഹത്തുക്കൾ വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് തിരിച്ചു വരുന്ന രംഗമാണ് പിന്നെ നമ്മൾ കാണുന്നത്. ബാണപ്പെരുമാളിൻ്റെ യാത്രയും അനുബന്ധ പ്രവർത്തനങ്ങളും ഒക്കെ കേരളത്തിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളാണ്. ആ തിരിച്ചുവരവിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ കൊടുങ്ങല്ലൂരിൽ വന്ന് കപ്പലിറങ്ങുകയും ആ പായ്ക്കപ്പലിൽ വന്നിറങ്ങിയ ആളുകൾക്ക് അന്നത്തെ കൊടുങ്ങല്ലൂർ തമ്പുരാൻ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്തുകൊണ്ട് ഇസ്ലാമിൻ്റെ പ്രബോധനം അവർ ഈ കേരളക്കരയിൽ ആരംഭിക്കുകയാണ്. വിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രബോധന പ്രവർത്തനത്തിന് ആദ്യകാലത്ത് അവർ അവലംബിച്ചിരുന്ന മാർഗം ഓരോ പ്രദേശങ്ങളിലും പള്ളികൾ കെട്ടി പള്ളികളിൽ കാദിമാരായി സമൂഹത്തിന് നേതൃത്വം കൊടുക്കുക എന്ന പ്രവർത്തന രീതിയായിരുന്നു. ഏതൊരു പ്രദേശത്ത് അവർ കടന്നു ചെന്നുവോ ആ പ്രദേശത്ത് അവർ പള്ളികൾ ഉണ്ടാക്കി. ആ പള്ളികളിൽ അവർ കാദിമാരെ നിയമിച്ചു. ഈ കാദിമാർ സമൂഹത്തിന് മതവിധികൾ കൊടുത്തുകൊണ്ടും മതം പരിചയപ്പെടുത്തിക്കൊണ്ടും ആരാധനാ കർമ്മങ്ങളിലൂടെയും ഉത്ബോധനങ്ങളിലൂടെയും ജനകീയമായ ഇസ്ലാമിക പ്രബോധനം മനോഹരമായി ആ പ്രദേശങ്ങളിൽ കാഴ്ചവെച്ചു. ആ പ്രബോധന രീതി കാഴ്ചവെച്ച് ഓരോ പ്രദേശത്ത് പള്ളി ഉണ്ടാക്കി പിന്നെ അടുത്ത പ്രദേശത്ത് പള്ളി ഉണ്ടാക്കി ജനങ്ങൾക്ക് ദീനെത്തിച്ചു കൊടുക്കുന്ന മഹനീയമായൊരു സ്വഭാവവും പ്രകൃതിയുമാണ് അവർ കേരളക്കരയിൽ കാഴ്ചവെച്ചത്. അന്ന് ദീൻ മറ്റുള്ള സമൂഹത്തിൽപ്പെട്ട ആളുകൾ ഇത്രമേൽ ഉൾക്കൊള്ളാനുണ്ടായ പ്രധാന കാരണം കൊണ്ടുവന്ന ആളുകളുടെ വ്യക്തിവിശുദ്ധി, അവരുടെ നിഷ്കളങ്കത, അവരുമായി ഇടപഴകുമ്പോൾ കിട്ടുന്ന ഒരു മാനസികമായ സംതൃപ്തി, മനുഷ്യത്വം എന്ത് എന്ന് സമൂഹത്തിന് ശരിക്ക് കാണിച്ചു കൊടുക്കാൻ അവർ മുന്നോട്ട് വന്നു. ഇസ്ലാമിനെ തൊട്ടറിഞ്ഞവരും കേട്ടറിഞ്ഞവരും അനുഭവിച്ചറിഞ്ഞവരുമൊക്കെ ഇസ്ലാമിലേക്ക് ഒഴുകുവാനും മനുഷ്യ സാഹോദര്യവും മനുഷ്യ സ്വാതന്ത്ര്യവും അനുഭവിക്കാൻ മുന്നോട്ട് വരികയും ചെയ്തു.
അങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം തഴച്ചു വളർന്ന് പന്തലിച്ച് ഉയർന്നത്. അതിന്റെ പേരിൽ സംഘടനകളോ കുഴപ്പങ്ങളോ ഒന്നും കേരളത്തിലുണ്ടായിട്ടില്ല. 100% ഒരു സമാധാനപരമായ പ്രക്രിയയിലൂടെയാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാം ഈ കൊച്ചു കേരളത്തിൽ പ്രചരിച്ചത് എന്ന് ചരിത്രം പഠിക്കുന്ന ഏതൊരു കുട്ടിക്കും ബോധ്യമാണ്. കാലഘട്ടത്തിന്റെ ആ ഓരോ ദിശകളും പരിശോധിച്ചാൽ അന്നൊക്കെ ആലിമീങ്ങൾ എന്ത് പറയുന്നു അതനുസരിച്ച് കൊണ്ട് പ്രവർത്തിച്ചിരുന്നു സാധാരണക്കാർ. ആലിമീങ്ങൾക്കായിരുന്നു സമൂഹത്തിന്റെ നേതൃപദവി. ഉമറാക്കൾ ആലിമീങ്ങൾ പറഞ്ഞതനുസരിച്ച് കൊണ്ട് പ്രവർത്തിച്ചു. അങ്ങനെ നമ്മുടെ കൊച്ചു കേരളക്കരയിൽ ഇവർ ഓരോ പ്രദേശത്തും പള്ളി നിർമ്മിച്ചുകൊണ്ട് അവരെ കാദിമാരെ നിയമിച്ചുകൊണ്ട് അവിടെ കാദിമാർ നേതൃത്വം കൊടുത്തുകൊണ്ട് ദീൻ വളർത്തിയ കൂട്ടത്തിൽ നമുക്ക് ദീൻ വന്നു കിട്ടിയ താവടികളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ശരിക്കും കാണുവാൻ കഴിയും. ഏറ്റവും പ്രധാനമായി കോഴിക്കോട്ടെ ഖാദി കുടുംബവും അവരുടെ പരമ്പരയും. കോഴിക്കോട് ഖാദി കുടുംബത്തിന്റെ തലപ്പത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് കോഴിക്കോട്ടെ ആദ്യത്തെ ഖാദി. അന്നത്തെ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളക്കരയിൽ മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഖാദിമാർ പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിൽ കേരളീയ മുസ്ലിങ്ങളുടെ ഒരു കേന്ദ്രീകൃത സ്വഭാവം കോഴിക്കോട്ടായിരുന്നു. കേരളത്തിലെ മുസ്ലിം തലസ്ഥാനമെന്ന് ഇന്നും അന്നും കോഴിക്കോടിനെ കുറിച്ച് പറയുന്നു. മലപ്പുറമാണ് മുസ്ലിങ്ങളുടെ ആസ്ഥാന കേന്ദ്രമെങ്കിലും കോഴിക്കോടാണ് ആ കാലഘട്ടത്തിൽ ചരിത്രത്തിൽ അറിയപ്പെട്ട പ്രദേശം. കോഴിക്കോട് ഖാദിമാരാണ് അന്ന് മാസം ഉറപ്പിക്കുവാനും അനുബന്ധ പ്രവർത്തനങ്ങളും ഒക്കെ മുൻപന്തിൽ നിന്നിരുന്നത്. ആ കോഴിക്കോട് ഖാദി കുടുംബത്തിന്റെ തലപ്പത്തുണ്ടായിരുന്ന ആദ്യത്തെ ഖാദി സൈനുദ്ദീൻ മദനി റളിയല്ലാഹു തആല അൻഹു ആണ് എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. മഹാനായ സൈനുദ്ദീൻ മദനി റളിയല്ലാഹു തആല അൻഹു മാലിക് ഇബ്നു ഹബീബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരക്കിടാവാണ്. മാലിക് ഇബ്നു ഹബീബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരക്കിടാവിനാൽ സ്ഥാപിക്കപ്പെട്ട ഒരു ഖാദി പരമ്പര. ആ ഖാദി കുടുംബത്തിൽ അദ്ദേഹം സമൂഹത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഇസ്ലാമിക പ്രബോധന പ്രക്രിയക്ക് കേന്ദ്ര ബിന്ദുവായി പ്രവർത്തിച്ചു. ആ ഖാദി പരമ്പരയിൽ ഒരുപാട് മഹത്തുക്കളായ ഖാദിമാർ വന്നു. അവർ സമൂഹത്തിൽ ഇൽമ പകർന്നു കൊടുത്തു. ദർസ് നടത്തി സമൂഹത്തിന് ഇൽമ പകർന്നു കൊടുത്തുകൊണ്ടുള്ള ഒരു സമീപനമായിരുന്നു അവർ സ്വീകരിച്ചിരുന്നത്. അക്കാദമിക മേഖല വളരാത്തൊരു കാലഘട്ടമാണെന്ന്. പ്രചുര പ്രചാരം സിദ്ധിച്ച വലിയ ദർസുകളില്ല. താല്പര്യമുള്ള ആളുകൾക്ക് വരാൻ പഠിക്കാം. അക്കാലഘട്ടത്തിൽ അവിടുത്തെ പള്ളി ദർസിൽ വന്ന് പഠിച്ച ഒരു മഹാനായിരുന്നു ചരിത്രത്തിലേറെ അറിയപ്പെടുന്ന മഹാനായ മഖ്ദൂം ഒന്നാമൻ എന്ന് പറയുന്ന അബൂ യഹ്യ സൈനുദ്ദീൻ ഇബ്നു അലി എന്ന മഹാൻ. അതാണ് ഒന്നാമത്തെ മഖ്ദൂം. ആ മഖ്ദൂം പൊന്നാലിയിൽ നിന്നും നേരെ കോഴിക്കോട്ട് വരുന്നു, ഇൽമ പഠിക്കുന്നു. അദ്ദേഹം ഇൽമ പഠിച്ചത് കോഴിക്കോട് ഖാദി കുടുംബത്തിൽപ്പെട്ട ഫഖ്റുദ്ദീൻ റമദാനി ശാലിയാത്തി എന്ന പണ്ഡിതന്റെ ദർസിലാണ്. ഫഖ്റുദ്ദീൻ റമദാനി ശാലിയാത്തി കോഴിക്കോട്ടെ പ്രസിദ്ധ പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന്റെ പള്ളി ദർസിൽ ഓതി പഠിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ ഇൽമ പഠിക്കുന്നതിന് വേണ്ടി ഉയർന്നത്. അങ്ങനെ ഈ ദർസിലെ പഠനം മതിയാകാതെ വന്ന് അദ്ദേഹം വിദേശത്ത് പോയി വിശുദ്ധ ഹറമിൽ വെച്ച് ഇൽമ പഠിച്ച് അതുകൊണ്ട് മതിയാകാതെ വിദേശത്ത് പോയി ജാമിഉൽ അസ്ഹറിൽ പഠിക്കുന്നതിന് വേണ്ടി അദ്ദേഹം തയ്യാറായി. കേരളക്കരയിൽ നിന്നും ആദ്യമായി വിദേശത്ത് പോയി ഇൽമ പഠിച്ച് ബിരുദമെടുത്ത് തിരിച്ചു വന്ന ഒരു പണ്ഡിതൻ മഖ്ദൂം ഒന്നാമനാണ്. ആ മഹാനുഭാവൻ അവിടെ കണ്ട രീതിയിലുള്ള മനോഹരമായ ഒരു ദർസ് നമ്മുടെ കേരളക്കരയിൽ പൊന്നാനിയിൽ സ്ഥാപിച്ചു. ആ പൊന്നാനിൽ സ്ഥാപിച്ചുകൊണ്ട് അദ്ദേഹം സമൂഹത്തിന് നേതൃത്വം കൊടുത്തു. പൊന്നാനിയിലെ പള്ളി ദർസ് എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ പൈതൃക സ്വത്താണ്. പഴയ കാലഘട്ടത്തിലെ നിലനിൽക്കുന്ന പള്ളി ദർസ്. ആ പള്ളി ദർസിലേക്ക് ലോകത്തിന്റെ നാനാദിക്കിൽ നിന്നും ആളുകൾ വന്നു എന്ന് പറയുന്നുവെങ്കിലും വളരെ വ്യക്തമായി ചരിത്ര രേഖകളിൽ കാണാൻ കഴിയും. ജാവയിൽ നിന്ന്, സുമാത്രയിൽ നിന്ന്, അതുപോലെ ലക്ഷദ്വീപ സമൂഹങ്ങളിൽ നിന്ന്, ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വന്നിരുന്നു അത്രേ. യമനിൽ നിന്ന് പോലും ആളുകൾ ഇൽമ പഠിക്കാൻ വന്നിരുന്നു എന്ന് അഭിപ്രായപ്പെട്ട ചരിത്രരേഖയുണ്ട്. അങ്ങനെ അവിടെ വന്ന ഇൽമ പഠിച്ചുകൊണ്ട് ആ ഇൽമ നുകർന്നുകൊണ്ട് ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് ഇൽമ പ്രസരിപ്പിക്കുന്നതിന് വേണ്ടി ഈ ആളുകൾ സഞ്ചരിക്കാൻ തുടങ്ങി. ആ മഹാനുഭാവന്റെ പൗത്രൻ ആയ അദ്ദേഹമാണ് രണ്ടാമത്തെ മഖ്ദൂം എന്നറിയപ്പെടുന്ന ചോമ്പാൽ കുഞ്ഞിപ്പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് അഹമ്മദ് സൈനുദ്ദീൻ എന്ന് പറയുന്ന രണ്ടാമത്തെ മഖ്ദൂം. ആ മഹാനായ മഖ്ദൂമും കേരളക്കരയിലെ മുസ്ലിങ്ങൾക്ക് മതപരമായി നേതൃത്വം കൊടുത്തു, ആത്മീയമായി നേതൃത്വം കൊടുത്തു. അദ്ദേഹം ഈ ദർസ് ഒന്നുകൂടി വിപുലീകരിച്ചു. ആ രണ്ട് മഹത്തുക്കൾ കാലഘട്ടത്തിന്റെ എല്ലാ വിഷയങ്ങളും തൊട്ടറിഞ്ഞവരും പഠിച്ചവരുമായിരുന്നു. അവരെ കുറിച്ച് പഠിക്കുമ്പോൾ കാണാൻ കഴിയും. ഒരേ കൈകൾ കൊണ്ട് തന്നെ മങ്കൂസ് മൗലിദും അതുപോലെ തന്നെ ഫതഹുൽ മുബീനും എഴുതുക എന്ന് പറയുമ്പോൾ നോക്കണം നിങ്ങൾ. തഹ്രീലും എഴുതുക എന്ന് പറയുമ്പോൾ തഹ്രീലു അഹ്ലുൽ ഈമാൻ എന്ന ഗ്രന്ഥവും അതുപോലെ തന്നെ മങ്കൂസ് മൗലിദ് ക്രോഡീകരിക്കുന്നു. അതേ കൈകൊണ്ട് പോർച്ചുഗൽ ആധിപത്യത്തിനെതിരെ ശബ്ദിക്കുന്ന ഗ്രന്ഥം എഴുതുന്നു. മഖ്ദൂം രണ്ടാമൻ ഫതഹുൽ മുഈൻ എഴുതുന്നു. അതേ കൈകൾ കൊണ്ട് തന്നെ തുഹ്ഫത്തുൽ മുജാഹിദീൻ ഫീ ബഅദി അഖ്ബാരിൽ പുർത്തുഗാലിയീൻ എഴുതുന്നു. മതഭൗതിക വിദ്യാ സമന്വയം ഇന്ന് നമ്മുടെ മുമ്പിൽ ഒരു വിഷയമാണെങ്കിൽ അന്ന് അവരുടെ മുമ്പിൽ മതഭൗതിക സമന്വയം നേടിക്കഴിഞ്ഞിരുന്നു. അവര്
കാലഘട്ടത്തിന്റെ ചിത്രം ശരിക്കറിഞ്ഞുകൊണ്ട് ഭൗതികതയെക്കുറിച്ച് ബോധമുള്ളവർ അധിനിവേശവിരുദ്ധ സാഹിത്യം എഴുതിക്കൊണ്ടും കർമ്മശാസ്ത്രം എഴുതിക്കൊണ്ടും അതുപോലെ തസൗഫിലേക്ക് കൗമിനെ നയിച്ചുകൊണ്ടും ആത്മീയ വിപ്ലവം തന്നെ നടത്തി ഇവിടെ. ആ രീതിയിൽ വലിയൊരു പൈതൃകം കേരളത്തിന്റെ സ്വത്താണ്. അന്നത്തെ ആലിമ്യങ്ങളെ പരിശോധിച്ചാൽ അവർക്ക് ഭൗതികമായ ജ്ഞാനമുണ്ടായിരുന്നു. പക്ഷേ ഭൗതിക ജ്ഞാനമുണ്ടെങ്കിലും ആത്മീയത വിട്ട് കളിക്കാത്ത പണ്ഡിതന്മാർ, ലോകം തിരിയാത്തവരായിരുന്നില്ല. ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ ശരിക്കും വിവരമുള്ളവരായിരുന്നു. ആധുനിക വിദ്യാഭ്യാസം അവർക്കുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് തുഹഫത്തുൽ മുജാഹിദീനും തഹ്രീറുമൊക്കെ. ഇല്ലെങ്കിൽ അധിനിവേശത്തിനെതിരെ സമൂഹത്തെ എങ്ങനെ അവർ ഉത്ബോധിപ്പിക്കാൻ യോഗ്യരാകും? അധിനിവേശത്തിന്റെ അപകടങ്ങളും ചതിക്കുഴികളും എങ്ങനെ അവർക്ക് തിരിച്ചറിയാൻ പറ്റും? വലിയുല്ലാഹി ഖുതുബ് സമാനും അങ്ങനെ തന്നെയല്ലേ? വൈദേശിക അധിനിവേശികൾക്കെതിരെ ധീരമായി പൊരുതുവാൻ സമൂഹത്തെ പഠിപ്പിച്ചു സൈഫുൽ ബത്താറിലൂടെ. അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ സമൂഹത്തിന് സമർപ്പണം ചെയ്യാൻ ഇവർക്ക് എങ്ങനെ കഴിഞ്ഞു? സ്വാതന്ത്ര്യ വാഞ്ചയില്ലാത്തൊരു സമൂഹത്തെ സ്വാതന്ത്ര്യ വാഞ്ചയുള്ളവരാക്കുകയും ദേശസ്നേഹം പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അധിനിവേശത്തിനെതിരെ സമൂഹത്തെ ബോധവൽക്കരിച്ചു. രണ്ടു മേഖലകളിലും കൈവച്ച മഹാപണ്ഡിതന്മാർ. അതാണ് നമ്മുടെ പൈതൃകം, അതാണ് നമ്മുടെ പാരമ്പര്യം. ഒന്നും തിരിയാത്തവരോ കേവലം പള്ളിമുകളിൽ ഒതുങ്ങിക്കൂടുന്ന ആളുകളോ ആയിരുന്നില്ല ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ. ഞാനതിന്റെ ചരിത്രം വിശദീകരിച്ച് പറയുന്നതിൽ പലപ്പോഴും നമ്മൾ ചർവണം നടത്തുന്ന വിഷയങ്ങളാണ്. ഞാൻ വരുന്നു. വിഷയത്തിന്റെ ഏതെങ്കിലും ഒരു കോണിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ ഇപ്പോൾ നമുക്ക് സമയമുള്ളൂ. ആ മഹാനായ മഖ്ദൂം, ആ മഖ്ദൂമിന്റെ പാരമ്പര്യം, അതൊക്കെ നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ അഭിപ്രായാന്തരമില്ലാത്ത ഒരു സമൂഹത്തെ കേരളത്തിൽ ദീനിയായ ചിട്ടയിലും ദീനിയായ ബോധനത്തിലും അവർ വളർത്തിക്കൊണ്ടുവന്നു. യാതൊരു തരത്തിലുമുള്ള അഭിപ്രായാന്തരം കേരളീയ മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടായിരുന്നില്ല. എത്രത്തോളം എന്ന് ചോദിച്ചാൽ കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ ചരിത്രം പഠിച്ചു നോക്ക് നിങ്ങൾ. രണ്ടാമത്തെ മഖ്ദൂം ഈ ലോകത്തോട് വിട പറയുന്ന ഒരു കാലഘട്ടം പഠിക്കൂ. ചരിത്രകാരന്മാർ ഭൂരിപക്ഷവും പറഞ്ഞിട്ടുള്ളത് രണ്ടാമത്തെ മഖ്ദൂം ലോകത്തോട് വിട പറഞ്ഞത് ഹിജ്റ 991 ഹിജ്റ 991. ഹിജ്റ 991 മഖ്ദൂം മരിച്ചു എന്ന് പറയുമ്പോൾ അതിലൂടെ ഒരു കണക്ക് നമ്മൾ എടുത്താൽ നമ്മുടെ കേരളക്കരയിൽ മഖ്ദൂമിന്റെ സേവനം നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ ശരിക്കും വിളക്കത്തിരുത്തി സനത് കൊടുത്ത് വലിയ ഒരു പണ്ഡിത വൃന്ദത്തെ ഇവിടെ വാർത്തെടുത്ത് കഴിഞ്ഞിരുന്നു. ഭരണാധികാരികൾ പോലും അവരെ അംഗീകരിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് ഇസ്ലാമിനെ ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. കോഴിക്കോട്ട് സാമൂതിരിപ്പാട് ഭരിക്കുന്ന കാലഘട്ടത്തിൽ സാമൂതിരിപ്പാടിന്റെ നാട്ടിൽ ഈ മതത്തിന് നല്ല സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് മാത്രമല്ല ആദരവ് ലഭിച്ചു. ആലിമീങ്ങൾക്ക് വലിയ ആദരവ് ലഭിച്ചു. സകല സൗകര്യങ്ങളും സാമൂതിരി ചെയ്തു കൊടുത്തു. എത്രത്തോളം എന്ന് ചോദിച്ചാൽ മുസ്ലിം പ്രശ്നത്തിൽ തീരുമാനമെടുക്കാൻ മഹല്ലുകൾക്ക് അധികാരം കൊടുക്കുന്ന ഒരവസ്ഥ വന്നു. ജുമഅക്ക് പോകാത്തവനെ ശിക്ഷിക്കാൻ അധികാരം. മുസ്ലിങ്ങളുടെ പ്രശ്നം എന്തെങ്കിലും രാജാവിന്റെ കൊട്ടാരത്തിന് മുമ്പിൽ വന്നാൽ തന്നെ രാജാവ് പറയും അത് പള്ളിയിലെ കാദിയോട് ചെന്ന് പറയണം, പള്ളിയിൽ ചെന്ന് പറയണം. നമ്മളൊക്കെ തമാശക്ക് പറയുന്ന അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന പ്രയോഗം തന്നെ അക്കാലത്തുണ്ടായതാ. നമുക്കിന്നതൊരു തമാശയാ. മുസ്ലിങ്ങളെ പ്രശ്നം പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി, അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ തീരും. ആ ഒരു അവസ്ഥയിലേക്ക് പള്ളിക്കും പള്ളിയുടെ ആളുകൾക്കുമുള്ള ഒരു പരിഗണന. തെറ്റ് ചെയ്ത മുസ്ലിമിനെ ശിക്ഷിക്കാൻ അവകാശം കാദിക്ക്. ജുമഅക്ക് പോകാത്തവനെയോ അല്ലെങ്കിൽ ഇസ്ലാമികമായി തെറ്റ് ചെയ്തവനെയോ വിളിച്ചു വരുത്തി കാദി ഒരു നടപടിയെടുത്താൽ പിന്നെ രാജകൊട്ടാരത്തിൽ ചെന്നുകൊണ്ട് പ്രജ പരാതിപ്പെട്ടത് കൊണ്ട് ഫലമില്ല, മുസ്ലിം ആണെങ്കിൽ അത് തന്നെ വിധി. അത്രയും വലിയൊരു പ്രതാപ ഐശ്വര്യ കാലഘട്ടം കേരളീയ മുസ്ലിം ഉമ്മത്തിനുണ്ടായിരുന്നു. എന്തേ കാരണം? യാതൊരു തരത്തിലും അവർക്ക് അഭിപ്രായാന്തരം ഉണ്ടായിരുന്നില്ല. യാതൊരു തരത്തിലും അവർ ഭിന്നിച്ചിരുന്നില്ല. ഭിന്നിപ്പില്ലാതെ ഒരു നേതൃത്വത്തെ അനുസരിക്കുന്ന സമൂഹം ഒരുമിച്ച് നിന്നാൽ അതിന്റെ നേട്ടം കാണും. നമ്മുടെ സമൂഹത്തിൽ ഈ പൈതൃകം ശരിക്ക് കൊണ്ടു നടന്നു നമ്മുടെ കാരണവന്മാർ. അവർ പഴയകാല ആചാരങ്ങൾ മുഴുവൻ അണ്ടിച്ചു, പ്രവർത്തിച്ചു, അതനുസരിച്ച് പോയി. ഇത്തരം മക്ബറകളിൽ വന്നു, സിയാറത്ത് ചെയ്തു, മഹാന്മാരുടെ ബറക്കത്തെടുത്തു, തവസ്സുൽ ചെയ്ത് പ്രാർത്ഥിച്ചു. മഹാന്മാരെ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങളൊക്കെ അവർ നടത്തി. ആരും എതിർത്തില്ല. മഖ്ദൂമ കാണിച്ച പാരമ്പര്യം, മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു തആല സംഘവും വന്ന് ഇവിടെ കാണിച്ചു കൊടുത്ത ദീനിന്റെ പൈതൃകം, അതാണ് നമ്മുടെ പൈതൃക സ്വത്ത്. നൂറ്റാണ്ട് 15ആയി. പൈതൃകത്തിന്റെ 15ആം നൂറ്റാണ്ടിലേക്കാണ് നമ്മൾ വരുന്നത്. 14 നൂറ്റാണ്ടും അല്ലാഹുവിന്റെ വിശുദ്ധ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുത്ത മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത വിശുദ്ധ ദീൻ, അത് സ്വഹാബത്ത് ഏറ്റുപിടിച്ചു, അവരിലൂടെ പ്രചരിച്ചു നമ്മുടെ കൊച്ചു കേരളത്തിൽ. ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല.